ഗുഡ് ഈവനിങ്. ഒരു സെക്കൻഡേ. കേക്കാമോ? കേക്കാം സാർ. കേക്കാം. ഓക്കെ. അപ്പോ നമ്മൾ എവിടെ വരെയായിരുന്നു പഠിച്ചു നിർത്തിയിരുന്നത്? ഓർമ്മയുണ്ടോ? നമ്മൾ എവിടെ വരെ പഠിച്ചു നിർത്തി? ഓർമ്മയുണ്ടോ? എസിയും ഡിസിയും തമ്മിലുള്ള വ്യത്യാസവും അവയുടെ ഗ്രാഫുകളും തമ്മിലുള്ള പോയിന്റുകൾ നമ്മൾ പഠിച്ചു. ശരിയല്ലേ? അപ്പം എസിയുടെ ഗ്രാഫ്, ഡിസിയുടെ ഗ്രാഫ് ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ. എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ? ഓക്കെ. എന്താണ് നമ്മൾ തൊട്ടു മുമ്പ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ കണ്ടതാണ്, ആണോ? എന്തായിരുന്നു വൈദ്യുത കാന്തിക അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? whenever there is a change in flux related to a എന്താണ് കോയിൽ, അല്ലെ, ഒരു ചാലകവുമായി, ഒരു കണ്ടക്ടറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാന്തിക മണ്ഡലത്തിലെ ഫ്ലെക്സുകൾക്ക് മാറ്റം വരുമ്പോൾ the magnetic flux will induce an EMF. എന്താ പറഞ്ഞിരിക്കുന്നേ? ഈ കാന്തിക മണ്ഡലത്തിലുള്ള ഫ്ലെക്സുകൾ ആ ചാലകത്തിൽ അല്ലെങ്കിൽ കണ്ടക്ടറിൽ എന്ത് കൊടുക്കും? ഒരു ചെറിയ കറണ്ട്, ഒരു EMF, അല്ലേ, കൊടുക്കുമോ? അങ്ങനെ കൊടുക്കും. അങ്ങനെ കിട്ടുന്ന കറണ്ടിനെ അല്ലെങ്കിൽ ഇങ്ങനെ കറണ്ട് കിട്ടാനുണ്ടായ പ്രതിഭാസത്തിനെയാണ് അല്ലെങ്കിൽ ഫിനോമിനയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ മൂലം ലഭിച്ച അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട വൈദ്യുതി അല്ലെങ്കിൽ EMFന്റെ ദിശയെ സൂചിപ്പിക്കുവാൻ ഫ്ലെമിങ്ങിന്റെ വലതുകൈ നിയമം, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള് നമ്മൾ പഠിച്ചു, അല്ലേ? പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ. എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ? നോക്കിക്കേ, ഞാൻ ഒരു ഇരുമ്പ് ദണ്ടെടുത്തു. എന്തെടുത്തു? ഇരുമ്പ് ദണ്ടെടുത്തു. എടുത്തല്ലോ. ദണ്ടിന്റെ ഒരു വശത്ത് അല്ലെങ്കിൽ ഒരു എൻഡിൽ ഞാൻ ആരെ ചുറ്റാൻ പോവാണ്? ഒരു സോളിനോയിഡ് എടുത്ത് കണക്ട് ചെയ്തു. എന്ത് കണക്ട് ചെയ്തു? ഒരു സോളിനോയിഡ് എടുത്ത് കണക്ട് ചെയ്തു. കണ്ടോ? അല്ലേ? ഈ സോളിനോയിഡ് എൻഡിലേക്ക് ഞാൻ ഡയറക്റ്റ് കറണ്ട് ആണ് ഉപയോഗിക്കുന്നത്. എന്താണ്? ഡയറക്റ്റ് അല്ലെങ്കിൽ DC. ഡിസിയുടെ പ്രത്യേകത എന്താണ്? എ കറണ്ട് വിച്ച് ഫ്ലോസ് ടുവേർഡ്സ് ഓൺലി വൺ ഡയറക്ഷൻ. ഒരേ ദിശയിലേക്ക്. എന്താണ്? നേർധാരാ വൈദ്യുതി, ഇല്ലേ? ശരിയല്ലേ? ശരിയാണ്. അപ്പം ഇതുപോലെ മറ്റൊരു സോളിനോയിഡ് ഈ സോളിനോയിഡുമായി ബന്ധപ്പെടാത്ത രീതിയിൽ, ഈ സോളിനോയിഡുമായിട്ട് ബന്ധപ്പെടാത്ത രീതിയിൽ എന്ത് ചെയ്യുകയാണ്? മറ്റൊരു സോളിനോയിഡിനെ എവിടെ കണക്ട് ചെയ്യാൻ പോകുന്നു? എവിടെ കണക്ട് ചെയ്യാൻ പോകുന്നു? നമ്മുടെ ഈ ഇരുമ്പ് ദണ്ടിന്റെ മറുവശത്ത്, അല്ലെ, ഓൺ അതർ സൈഡ്. ഇതേ നോക്കിക്കേ, ഇവിടെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? മറ്റൊരു സോളിനോയിഡ് ഇത് കണക്ട് ചെയ്തു. ആ സോളിനോയിഡിൽ ഞാൻ എന്ത് കൊടുത്തു? ഒരു ബൾബ് കണക്ട് ചെയ്തു. എന്ത് കണക്ട് ചെയ്തു? ഒരു ബൾബ്. കണക്ട്. ഓക്കെ. ഇവിടെ എന്താ ഉള്ളത്? ഒന്നാമത്തെ കോയിലിൽ ഞാൻ കറന്റ് കൊടുത്ത കോയിലിനെ പ്രൈമറി കോയിൽ എന്ന് വിളിച്ചു. എന്തെന്ന് വിളിച്ചു? പ്രൈമറി കോയിൽ. ഓക്കെ. ഇവിടെ രണ്ടാമത് ഞാൻ കണക്ട് ചെയ്ത അല്ലെങ്കിൽ വൈദ്യുതിയുമായി നേരിട്ട് ബന്ധമില്ലാത്ത നമ്മുടെ സെക്കൻഡറി കോയിലിനെ ഞാൻ എന്തെന്ന് വിളിച്ചു? രണ്ടാമത്തെ കോയിലിനെ സെക്കൻഡറി കോയിൽ എന്ന് വിളിച്ചു. ഓക്കെ. എന്താ മക്കളെ? എന്താ വിഷ്വലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇത് കാണാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇല്ല. ക്ലാരിറ്റി കുറവുണ്ടോ? ക്ലാരിറ്റി ഉണ്ട്. ഓക്കെ. ഇപ്പൊ ക്ലാരിറ്റി ഉണ്ട്. ഇപ്പൊ ക്ലാരിറ്റി ഉണ്ടല്ലോ? ഉണ്ടോ? എനിക്ക് കുറവ് തന്നെയാണെന്ന്.
ആണോ? ഒരു നിമിഷം, ഒരു നിമിഷം. ഇപ്പോഴോ? ഇപ്പൊ എങ്ങനെ? ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ. ഇവിടെ അത് നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് മക്കളെ. ഇവിടെ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന നെറ്റ്വർക്ക് കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അവിടെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും കേട്ടോ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ഞാൻ പ്രൈമറിയിലുള്ള ഈ സ്വിച്ചിനെ ഞാൻ ആരാ എന്റെ മൈക്രോഫോൺ മ്യൂട്ട് ചെയ്യുന്നത്? ഓക്കെ, ഇപ്പൊ കേൾക്കാമോ? ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഈ സ്വിച്ച് ഓൺ ചെയ്തു. എന്ത് ചെയ്തു? ഈ സ്വിച്ച് ഓൺ ചെയ്തു. സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചാപ്റ്ററിൽ, ഇതിന് തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ചു, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ചാലകത്തിലൂടെ വൈദ്യുത പ്രവാഹം നടക്കുമ്പോൾ ആ ചാലകം എന്തായി മാറും? ആ ചാലകം എന്തായി മാറും? ഒരു മാഗ്നറ്റ് ആയി മാറും, ഒരു കാന്തമായി മാറും. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഞാൻ ഈ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ബൾബ് ഒന്ന് കത്തും. സ്വിച്ച് ഓൺ ചെയ്യുമ്പം ബൾബ് ഒന്ന് കത്തും. തിരിച്ച് ഞാൻ ഓഫ് ചെയ്യുമ്പോഴും ഒന്ന് കത്തും. അല്ലാതെ ഇത് കത്തില്ല. അതെന്താ സംഭവിച്ചേ? അതെന്തായിരിക്കും കാരണം? വാട്ട് മേഡ് ദിസ്? ഇതിന് പിന്നിലുണ്ടായ കാരണം എന്താണ്? അല്ലേ? എന്താണെന്ന് നമുക്കറിയണ്ടേ? അറിയണം. നോക്കിക്കേ, ഞാൻ ഈ സ്വിച്ച് ഓൺ ചെയ്ത ആ പോയിന്റിൽ അല്ലെങ്കിൽ ആ സമയത്ത് എന്ത് സംഭവിച്ചു? ഇവിടെ എന്ത് സംഭവിച്ചു? ഈ സോളിനോയിഡിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. എന്തുണ്ടായി? ഒരു മാഗ്നറ്റിക് ഫീൽഡ്. ഈ പ്രൈമറി കോയിൽ അല്ലെങ്കിൽ പ്രൈമറി സോളിനോയിഡ് എന്തായി മാറി? ഒരു കാന്തമായി മാറി. അങ്ങനെ മാറിയിരിക്കുന്ന ഈ കാന്തം എന്ത് ചെയ്യും? ഞൊടിയിടയിൽ ഇതിന്റെ കാന്തിക മണ്ഡലത്തിന്റെ അകത്താണ് ആരിയിരിക്കുന്നത്? പ്രൈമറി കോയിലുമായി നേരിട്ട് യാതൊരു ബന്ധവും ആർക്കില്ല? നമ്മുടെ സെക്കൻഡറി കോയിലിന് ഇല്ല. പക്ഷേ എന്താണ്? ഈ സെക്കൻഡറി കോയില് പ്രൈമറി കോയിൽ മാഗ്നറ്റ് ആകുമ്പോൾ ആ മാഗ്നറ്റിന്റെ ഫീൽഡിനകത്താ. എവിടെയാ? ആ മാഗ്നറ്റിന്റെ ഫീൽഡിനകത്താണ്. നോക്കിക്കേ, ഇവിടെ നിന്നുമുള്ള മാഗ്നറ്റിക് ഫ്ലെക്സുകൾ എവിടെ നിന്നുള്ളതാണ്? നമ്മുടെ ഈ ഒന്നാമത്തെ സോളിനോയിഡിലുള്ള മാഗ്നറ്റിക് ഫ്ലെക്സുകൾ എവിടെ വരുന്നുണ്ട്? നമ്മുടെ സെക്കൻഡറി കോയിലിന് അടുത്തൂടെ വരുന്നുണ്ട്. കണ്ടോ? ഉണ്ടോ മക്കളെ? ഉണ്ട്. ഈ കോയിലുകൾ, ഈ മാഗ്നറ്റിക് ഫ്ലെക്സുകളെ ആര് കട്ട് ചെയ്യും? ഈ സെക്കൻഡറി കോയിൽ കട്ട് ചെയ്യും. ഈ സെക്കൻഡറി കോയിലും അനങ്ങുന്നില്ല, പ്രൈമറി കോയിലും അനങ്ങുന്നില്ല. അനങ്ങാതിരുന്നാൽ ആദ്യത്തെ തവണ ഈ ഫ്ലെക്സുകൾ ഇങ്ങനെ യോജിച്ചോടി വരുന്ന സമയത്ത് മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? ഇവിടെ ഒരു മാറ്റം, ഫ്ലെക്സുകൾക്ക് ഒരു മാറ്റം, അല്ലെങ്കിൽ അവർക്ക് മാർഗ തടസ്സം സംഭവിക്കുകയുള്ളൂ. പിന്നീട് സംഭവിക്കുമോ? ഇല്ല. അപ്പൊ സ്വിച്ച് ഓൺ പോയിന്റിൽ ഓടി വന്നു. കേറുന്ന സമയത്ത് ഈ സോളിനോയിഡുമായിട്ട് അല്ലെങ്കിൽ സെക്കൻഡറി സോളിനോയിഡുമായിട്ട് എന്ത് സംഭവിക്കും? കുറച്ച് ഫ്ലെക്സുകൾ ഒന്ന് കട്ട് ചെയ്ത് അങ്ങ് പോകും. വളരെ കുറച്ച് ഫ്ലെക്സ് ഒന്ന് കട്ട് ചെയ്തു പോകും. ആ സമയത്തുണ്ടായ EMF കൊണ്ട് ഈ ബൾബ് എന്ത് ചെയ്യും? ഒന്ന് കത്തും. ഇല്ലേ? പിന്നീട് ഈ ഫ്ലെക്സുകൾക്ക് മാറ്റം വരുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ സംഭവിക്കും. എന്താ സംഭവിക്കുന്നേ? വൈദ്യുത ശക്തി പിൻവലിക്കുകയാണ്. അതായത് ഫ്ലെക്സുകൾ തിരിച്ചു പോകും, അല്ലെങ്കിൽ എന്താണ്, ഇല്ലാതെയാകുന്ന ഒരു അവസ്ഥ വരും. ആ സമയത്തും ഫ്ലെക്സുകൾ അവിടുന്ന് ഓടി മാറുന്നതിന് തുല്യമാണ്. കറണ്ട് പോകുമ്പോൾ ഓടി മാറുന്നതിന് തുല്യമാണ്. ഫ്ലെക്സുകൾ വീണ്ടും ഡയറക്ഷൻ തെറ്റും, അല്ലെങ്കിൽ വീണ്ടും എന്ത് സംഭവിക്കും? ഈ സെക്കൻഡറി കോയിൽ വീണ്ടും ഒന്നുകൂടെ കട്ട് ചെയ്താ തിരിച്ചു പോകുന്നത്. വന്നതുപോലെ തിരിച്ചു പോകും. എന്ത് ചെയ്യും? വന്നതുപോലെ തിരിച്ചു പോകും. അങ്ങനെ വന്നതുപോലെ തിരിച്ചു പോകുമ്പോഴും വീണ്ടും ബൾബ് എന്ത് ചെയ്യും? ഒന്ന് മിന്നും. എന്ത് ചെയ്യും? ഒന്ന് മിന്നും. ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനിവിടെ കൊടുത്ത കറണ്ടിന് ഒരു പ്രത്യേകതയുണ്ട്. DC ആണ്, ഡയറക്റ്റ് കറണ്ട്. അല്ലേ? എന്താണ്? ഡയറക്റ്റ് കറണ്ട്, DC. ഞാനിവിടെ DCക്ക് പകരം AC എന്ന് പറയുന്ന പ്രത്യാവൃത്തി ധാരാ വൈദ്യുതി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഉപയോഗിക്കാൻ പോവുകയാണ്. എന്ത് ചെയ്യാൻ പോവുകയാണ്? ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ. അപ്പൊ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത സമയ ദൈർഘ്യത്തിനുള്ളിൽ
അല്ലേ? ഇൻ എ ഫിക്സഡ് ടൈം ഇന്റർവൽ the current will change its direction. എന്താ സംഭവിക്കുന്നേ? ആ വൈദ്യുതിയുടെ ദിശ എന്ത് ചെയ്യും? മാറും. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു പോണത് പോസിറ്റീവ് വരും, ഒരു നെഗറ്റീവ് വരും. ഇതാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ AC എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ DC കൊടുത്തതിന് പകരം ഞാൻ ആരെ കൊടുക്കാൻ പോവുകയാണ്? ആരെയാ കൊടുക്കാൻ പോകുന്നേ? ആരെയാ മക്കളെ? AC യെ കൊടുക്കാൻ പോവുക അല്ലേ? നമ്മൾ DC കൊടുത്തപ്പം സ്വിച്ച് ഓൺ ആക്കുമ്പോഴും കത്തും, സ്വിച്ച് ഓഫ് ആക്കുമ്പോഴും കത്തും, പിന്നെ കത്തൂല. അതിന്റെ ഇടയ്ക്ക് സ്വിച്ച് എത്ര നേരം നമ്മൾ ഓൺ ആക്കി വെച്ചാലും സ്വിച്ച് എന്ത് ചെയ്യത്തില്ല, ബൾബ് എന്ത് ചെയ്യത്തില്ല, കത്തില്ല അല്ലേ? അതായത് ഓൺ ആക്കുന്ന പോയിന്റിലും കത്തും, ഓഫ് ആക്കുന്ന സമയത്തും കത്തും. ഇനി ഞാൻ ഇവിടെ മാറ്റി ആരെ കൊടുക്കാൻ പോവുകയാണ്? ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ അല്ലേ, അല്ലെങ്കിൽ പ്രത്യാവർത്തി ധാരാ വൈദ്യുതി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഈ സ്വിച്ച് അതെ ഞാൻ കറണ്ട് കണക്ട് ചെയ്തു. എന്ത് കൊടുത്തു? ഞാൻ ഇവിടെ ഒരു സ്വിച്ചും വെച്ചിട്ടുണ്ട് അല്ലേ? ഞാൻ ഇപ്പോൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ, സ്വിച്ച് ഓൺ ആക്കിയാൽ എന്ത് സംഭവിക്കും? നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ മാറ്റങ്ങളൊന്നുമില്ല. എന്താ സംഭവിക്കുന്നത്? സോളിനോയിഡ് അല്ലെങ്കിൽ പ്രൈമറി കോയിൽ എന്തായി മാറും? ഒരു കുഞ്ഞു കാന്തമായി മാറും. എന്തായി മാറും? എന്തായി മാറും? എന്തായി മാറും മക്കൾ? ഒരു കാന്തമായി മാറും. ഒരു ചെറിയ കാന്തം അല്ലെങ്കിൽ ഒരു കാന്തമായി മാറും. ഈ മാറുന്ന കാന്തത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? നമ്മൾ ഏത് കറണ്ടാ കൊടുത്തിരിക്കുന്നത്? AC. പോസിറ്റീവും നെഗറ്റീവും എന്താണ് നിശ്ചിത ഇടവേളയ്ക്കുള്ളിൽ മാറി മാറി വരുന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ട് AC. ഇവിടെ പ്രത്യാവർത്തി ധാരാ വൈദ്യുതി കൊടുക്കുമ്പോൾ വൈദ്യുതിയുടെ ദിശ മാറുന്നതിനനുസരിച്ച് കാന്തിക മണ്ഡലത്തിന്റെ ദിശയും മാറും. എന്താ പറഞ്ഞത്? വൈദ്യുതിയുടെ ദിശ മാറുന്ന അതേ സമയത്ത് ആരുടെ ദിശയും മാറും? കാന്തിക മണ്ഡലത്തിന്റെ ദിശയും മാറും. അങ്ങനെ കാന്തിക മണ്ഡലത്തിന്റെ ദിശ മാറിയാൽ കാന്തിക മണ്ഡലത്തിൽ ഇരിക്കുന്ന ഫ്ലെക്സുകൾക്കും മാറ്റം സംഭവിക്കും. ആർക്ക് മാറ്റം സംഭവിക്കും? കാന്തിക മണ്ഡലത്തിൽ ഇരിക്കുന്ന ഫ്ലെക്സുകൾക്കും മാറ്റം സംഭവിക്കും. അതിനെ തുടർന്ന് സെക്കൻഡറി കോയിലിൽ വന്ന് കട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയദൈർഘ്യത്തിൽ എന്ത് ചെയ്യും? ഈ ഫ്ലെക്സുകൾ മാറി 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 വന്ന് എവിടെ കട്ട് ചെയ്യും? അതെ, നമ്മുടെ ഈ രണ്ടാമത്തെ സോളിനോയിഡിൽ തുടർച്ചയായിട്ട് വെട്ടിക്കൊണ്ടിരിക്കും അല്ലേ? ശരിയല്ലേ? ശരിയാണോ? അതെ. അങ്ങനെ തുടർച്ചയായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ബൾബ് എന്ത് ചെയ്യും? നമുക്ക് കണ്ണിന് കാണാൻ പറ്റാത്ത സമയദൈർഘ്യത്തിനിടയിൽ ഇത് മിന്നിക്കൊണ്ടിരിക്കും. നമ്മൾ നോക്കുമ്പോൾ തുടർച്ചയായിട്ട് കത്തുകയാണ്. എന്ത് ചെയ്യാണ്? തുടർച്ചയായിട്ട് ബൾബ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതെന്ത് ചെയ്യുന്നുണ്ട്? ചെറുതായിട്ട് മിന്നുന്നുണ്ട്. പക്ഷെ നമ്മുടെ കണ്ണിന് അത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്ന വേഗതയല്ല, ഭയങ്കര വേഗതയിൽ അതെന്ത് ചെയ്യും? എങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും. ഒരു സെക്കൻഡിൽ 50 തവണ. എന്താണ്? ഒരു സെക്കൻഡിൽ 50 തവണ എന്ത് ചെയ്യും? ഒരു ബൾബ് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും. നമ്മൾ കൊടുക്കുന്ന കറണ്ടിന്റെ ഫ്രീക്വൻസി അനുസരിച്ച് മാറും. ഓക്കെ, ഫ്രീക്വൻസിയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വീട്ടിൽ വരുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 220 വോൾട്ടേജ്. എത്രയാണ്? 220 വോൾട്ടേജ് എത്രയാണ്? 50 ഹെർട്സ് ആണ്. ഓക്കെ, 50 ഹെർട്സ് എന്ന് പറഞ്ഞാൽ ഒരു ആർമേച്ചർ ഒരു സെക്കൻഡിൽ 50 തവണ റൊട്ടേറ്റ് ചെയ്യും. എന്ത് ചെയ്യും? 50 തവണ റൊട്ടേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് 50 ഹെർട്സ് വരുന്നത്. ഓക്കെ, 50 തവണ വരിക എന്ന് പറഞ്ഞാൽ അവിടെ എത്രയുണ്ടാവും? 50 പോസിറ്റീവും 50 നെഗറ്റീവും ഉണ്ടാകും. എന്തുകൊണ്ടാകും? 50 പോസിറ്റീവ് കറണ്ടും 50 നെഗറ്റീവ് കറണ്ടും ഇങ്ങനെ മാറി 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 ഒരു സെക്കൻഡിൽ ഇവിടെ വരും. അപ്പം ഈ ബൾബ് എത്ര തവണയാ മിന്നി കത്തിക്കൊണ്ടിരിക്കുന്നേ അല്ലേ? ശരിയാണോ? ശരിയാണ് അല്ലേ? അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഇവിടെ DC-ക്ക് പകരം AC കൊടുത്തപ്പോൾ ആർക്ക് പകരമാ? DC-ക്ക് പകരം AC കൊടുത്തപ്പോൾ ബൾബ് എന്ത് ചെയ്തു? തുടർച്ചയായി കത്തി. ശരിയാണോ? ഇങ്ങനെ ഒരു കറണ്ട് നമ്മൾ നേരിട്ട് ആർക്ക് കൊടുത്തില്ല, ബൾബിന് കൊടുത്തോ? ബൾബിന് നമ്മൾ നേരിട്ട് കറണ്ട് കൊടുത്തോ? ഇല്ല, കൊടുത്തില്ല. നമ്മൾ എന്താ കൊടുത്തത്? മാഗ്നറ്റ് എന്താണ്? ഒരു കോയിലിൽ കൊടുക്കുന്ന കറണ്ട്, ആ കറണ്ട് മൂലം ആ കോയിലാകുന്ന മാഗ്നറ്റിനുണ്ടാകുന്ന ഫ്ലെക്സ് ഡീവിയേഷൻ അല്ലെങ്കിൽ ഫ്ലെക്സ് വേരിയേഷൻ അല്ലെ, ഫ്ലെക്സുകളിൽ ഉണ്ടായ മാറ്റം മൂലം അതിനോട് അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ആ കാന്തിക മണ്ഡലത്തിൽ ഇരിക്കുന്ന
മറ്റൊരു കോയിലിൽ എന്ത് ചെയ്യും? ഒരു ചെറിയ കറണ്ട്, ഒരു EMF എന്ത് ചെയ്യും? പ്രേരിപ്പിക്കും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇൻഡ്യൂസ് ചെയ്യും, അല്ലേ? ഇങ്ങനെ കിട്ടുന്ന കറണ്ടിനെയാണ്, അല്ലെങ്കിൽ മ്യൂച്വൽ, ഈ ഒരു പ്രതിഭാസത്തിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? ഓക്കെ. ഇനി ഈ മ്യൂച്വൽ ഇൻഡക്ഷനിൽ നമ്മൾ കറണ്ട് കൊടുക്കുന്ന കോയിലിനെ കറണ്ട് കൊടുക്കുന്ന കോയിലിനെ പ്രൈമറി കോയിൽ എന്നും, ആ കറണ്ട് കൊടുത്തതിന് കാരണമായതിനു ശേഷം ഉണ്ടായ മാഗ്നറ്റിക് ഫ്ലക്സ് തട്ടിയ കോയിൽ, അല്ലെങ്കിൽ എന്താണ് EMF ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട കോയിൽ, അല്ലേ? EMF കിട്ടിയ കോയിലിനെ നമ്മൾ സെക്കൻഡറി കോയിൽ എന്ന് വിളിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ മക്കളെ? ഇനി ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ പഠിച്ചിട്ട് നമുക്ക് എന്താ ഗുണം? എന്തെങ്കിലും ഗുണമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ല. ഉറപ്പാണ്? മാറ്റമുണ്ടോ? പരീക്ഷയ്ക്ക് ഈ ചോദ്യം ചോദിച്ച് നമ്മൾ ഉത്തരം എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടില്ലേ? അത് നമുക്കൊരു ഗുണമല്ലേ മക്കളെ? നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഉപകരണമുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് കറണ്ട് കൊണ്ടെത്തിക്കുന്ന ഒരാളുണ്ട്. ആരാണ്? എങ്ങനെയാ കറണ്ട് നമ്മുടെ പവർ ഹൗസിൽ അല്ലെങ്കിൽ വൈദ്യുത നിലയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇതുവഴി ഒരു മെഷീനിലൂടെ, ഒരുപാട് മെഷീനിലൂടെ കടന്നു വരും. ആ ഒരു യന്ത്രം അല്ലെങ്കിൽ ഒരു ഉപകരണത്തിന്റെ പേരാണ് ട്രാൻസ്ഫോർമർ. എന്താണ് നമ്മൾ വിളിക്കുന്നത്? ട്രാൻസ്ഫോർമർ. ഓക്കെ. ഈ ട്രാൻസ്ഫോർമർ എന്താ ചെയ്യുന്നേ? ട്രാൻസ്ഫോമറുകൾ രണ്ട് തരമുണ്ട്. ഒന്നെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. എന്താണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. ഓക്കെ ആണോ? ഇനി ഈ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ തത്വമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. എന്താണ്? എങ്ങനെയാണ് ഈ ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുന്ന തത്വമാണ് എന്ത്? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു രണ്ട് തരം ട്രാൻസ്ഫോമറുകളുണ്ട്. ഈ രണ്ട് തരം ട്രാൻസ്ഫോമറുകൾ എന്താ ചെയ്യുന്നതെന്ന് പഠിച്ചിട്ട് നമുക്ക് അത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലേക്ക് വരുന്ന വോൾട്ടേജ് 220 വോൾട്ടേജ് ആണെന്ന് പറയുന്നു. നമ്മുടെ മീറ്ററുകളിലൊക്കെ നമ്മൾ പോയി നോക്കി, നമ്മുടെ വീടിന്റെ പുറത്ത് നമുക്ക് കറണ്ട് ബില്ല് വരുന്ന നേരത്തെ ഒരാൾ വന്ന് തുറന്ന് നോക്കി കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതുവോ അല്ലെങ്കിൽ ആ ഒരു ഡിവൈസിൽ നിന്ന് പ്രിന്റ് എടുത്ത് നമുക്ക് തരികയോ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ മീറ്ററിനകത്ത് നോക്കും. മീറ്ററിനകത്ത് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത്. എന്താണ്? നമ്മുടെ വീടിലേക്ക് വരുന്ന കറണ്ടിന്റെ വോൾട്ടേജ് പൊട്ടൻഷ്യൽ വ്യത്യാസം, എന്തളവ് അല്ലെങ്കിൽ എത്ര അളവ് കറണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്, അല്ലേ? അതുപോലെ തന്നെ അതിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഹെഡ്സ്, എത്ര ഹെഡ്സ് കറണ്ട് ആണ് വരുന്നത്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എവിടെ കൊടുത്തിട്ടുണ്ട്? നമ്മുടെ മീറ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ചിലപ്പോൾ നമ്മൾ പറയും ചില ദിവസം സന്ധ്യ സമയമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ വീടുകളിലെ ബൾബുകൾക്കൊക്കെ വെളിച്ചം കുറഞ്ഞതായി നമുക്ക് തോന്നും. ശരിയാണോ? തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ടോ? ചില ദിവസങ്ങളിൽ ഒരു 8-9 മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ എന്തായും വെളിച്ചം മങ്ങുന്നതായി തോന്നും. ചിലപ്പം വീട്ടില് നമ്മൾ രാത്രിക്ക് ശേഷം ഗ്രൈൻഡറോ മിക്സിയോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ വീണ്ടും വെളിച്ചം മങ്ങുന്നതായിട്ടൊക്കെ തോന്നും. എന്താ കാരണം? അന്നേരം നമ്മുടെ വീട്ടിലുള്ളവർ പറയും, വോൾട്ടേജ് കുറയുക, വോൾട്ടേജ് പോകുക, അല്ലേ? കേട്ടിട്ടുണ്ടോ ഇങ്ങനെ? അല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ട്, പലപ്പോഴും കേട്ടിട്ടുണ്ട്, വോൾട്ടേജ് ഇല്ല, ഒന്നും TV ഒന്നും ഓൺ ആക്കരുത്, ഫ്രിഡ്ജ് ഓൺ ആക്കരുത്, മിക്സി ഓൺ ആക്കരുത് എന്നൊക്കെ പറയും. എന്താ സംഭവിക്കുന്നേ? ഈ വോൾട്ടേജ് കുറയുന്നു. അങ്ങനെ വോൾട്ടേജ് കുറയുകയാണെങ്കിൽ വോൾട്ടേജിനെ കൂട്ടാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. എന്താണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ ധർമ്മം എന്താണ്? കുറഞ്ഞ വോൾട്ടേജ് കിട്ടുമ്പോൾ അതിനെ കൂട്ടുക. എന്ത് ചെയ്യണം? ലെസ് വോൾട്ടേജ് ആണ് വരുന്നതെങ്കിൽ ഹൈ വോൾട്ടേജിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസത്തിലുള്ള കറണ്ടിനെ നമുക്ക് തരുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ? ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസമുള്ള കറണ്ടിനെ കുറഞ്ഞ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിലേക്ക് മാറ്റുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ആര്? സ്റ്റെപ്പ്
ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ആണോ? ആ. ഓക്കെ, ഇനി നമുക്ക് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്താണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയാണ് ആര് പ്രവർത്തിക്കുന്നത്, ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുന്നത്. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി പ്രവർത്തിക്കണമെങ്കിൽ അവിടെ എത്ര കോയിൽ വേണം, എത്ര കോയിൽ വേണം മക്കളെ പറഞ്ഞേ? 2 കോയിൽ വേണം, വേണ്ടേ? കറണ്ട് കൊടുക്കുവാനും ഈ കറണ്ട് വോൾട്ടേജ് ഉയർന്ന കറണ്ട് തിരിച്ചു ലഭിക്കുവാനും വേണ്ടി നമുക്ക് എന്ത് വേണം, എന്ത് വേണം? സെക്കൻഡറി കോയിലും വേണം, വേണ്ടേ? നോക്കിക്കേ, ഇവിടെ നേരത്തെ നമ്മൾ കണ്ടത് ഒരു ഇരുമ്പ് ദണ്ട് കണ്ടോ? ഇവിടെ ഇരുമ്പ് ദണ്ടിന് പകരം ഞാൻ മെറ്റൽ കോറാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു കോർ. ഓക്കെ, ഇവിടെയാണ് ഞാൻ പ്രൈമറി കൊടുക്കുന്നത്. കട്ടി കൂടിയ എന്താണ് ഇല്ലേ, കനം കൂടിയ വയറുകൾ ഉപയോഗിച്ചുള്ള എന്താണ് കോയിൽ. ഇവിടെയാണ് ഞാൻ എന്ത് കൊടുക്കാൻ പോകുന്നത്, വൈദ്യുതി കൊടുക്കാൻ പോകുന്നത്, കറണ്ട് കൊടുക്കുവാൻ പോകുന്നത്. കണ്ടോ, കനം കൂടിയ എന്താണ് കോയിൽ. അപ്പൊ പ്രൈമറിയിലെ കോയിലിന്റെ പ്രത്യേകത, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി കോയിലിന്റെ പ്രത്യേകത എന്താണ്? അവയുടെ കനം എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും, കനം കൂടുതലായിരിക്കും. ഇനി അത് മാത്രമല്ല, വേറൊരു പ്രത്യേകതയുണ്ട്. അവയുടെ ചുരുളുകളുടെ എണ്ണം അല്ലെങ്കിൽ കമ്പിച്ചുറ്റിന്റെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും? സെക്കൻഡറി കോയിലിൽ കൊടുക്കുന്ന കമ്പിച്ചുറ്റുകളുടെ എണ്ണം അല്ലെങ്കിൽ ചുരുളുകളുടെ എണ്ണത്തിനേക്കാൾ കുറവായിരിക്കും. ഓക്കെയാണോ? ഓക്കെ, സെക്കൻഡറിയെ പറ്റി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡറിയിൽ എന്താണ്? കനം കുറഞ്ഞ കമ്പിച്ചുറ്റുകളുടെ എണ്ണം കൂടിയതായിരിക്കും ആര്? സെക്കൻഡറി കോയിൽ. ഇവിടെ നോക്കിക്കേ, നമുക്ക് വ്യക്തമായിട്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ പറ്റും. ഇത് പ്രൈമറി ആണ്, ഇത് സെക്കൻഡറി. അപ്പം പ്രൈമറിയിൽ കനം കൂടിയതും ചുരുളുകളുടെ എണ്ണം കുറവുമായിരിക്കും. ഏത് ട്രാൻസ്ഫോമറിന്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്. ഓക്കെയാണോ മക്കളെ? അതെ. ഇനി സെക്കൻഡറിയിലുള്ളതിന് എങ്ങനെയായിരിക്കും? കനം കുറഞ്ഞ് ചുരുളുകളുടെ എണ്ണം എന്തായിരിക്കും? കൂടുതലായിരിക്കും, അല്ലേ? അപ്പം ഇവിടെ നമ്മൾ എന്ത് കൊടുക്കും? ഒരു AC ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ കൊടുക്കും. എന്തിനാ ഇവിടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ AC കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്തായിരിക്കും? കാരണം AC കൊടുക്കാനുണ്ടായ കാരണം എന്തായിരിക്കും? എന്തിനാണ് നമ്മളിവിടെ പ്രത്യാവർത്തി ധാരാ വൈദ്യുതി കൊടുക്കുന്നത്? മക്കളെ, നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? കേക്കാം. പറയൂ, എന്തിനായിരിക്കും കൊടുത്തത്? എന്ത് കാരണത്താലായിരിക്കാം നമ്മൾ പ്രൈമറിയിൽ അല്ലെങ്കിൽ മെയിൻ കോയിലിൽ നമ്മൾ എന്ത് കൊടുത്തത്? പ്രത്യാവർത്തി ധാരാ വൈദ്യുതി കൊടുക്കാനുണ്ടായ കാരണം എന്താണ്? ഒറ്റ കാരണമേ ഉള്ളൂ. DC കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? DC ഡയറക്റ്റ് കറണ്ട് അല്ലെങ്കിൽ നേർധാരാ വൈദ്യുതി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വ്യത്യാസം, ഒരു തവണ കയറി വന്ന് കറണ്ട് ഒരേ ദിശയിലായിരിക്കും സഞ്ചരിക്കുന്നത്, അല്ലേ? പോസിറ്റീവ് ആണ് കടന്നു വരുന്നതെങ്കിൽ പോസിറ്റീവ് മാത്രമേ ആരിൽ നിന്ന് വരികയുള്ളൂ? ഡയറക്റ്റ് കറണ്ടിൽ നിന്ന് അല്ലെങ്കിൽ DC-യിൽ നിന്നും വരികയുള്ളൂ. അങ്ങനെ വരുന്ന കറണ്ടിന് ഒറ്റ ഡയറക്ഷനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഒരേ ദിശയിലുള്ള കാന്തിക മണ്ഡലത്തിനെ മാത്രമേ സൃഷ്ടിക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരേ ദിശയിലിരിക്കുന്ന കാന്തിക മണ്ഡലം ഒരു കോയിലിൽ ഒരു തവണ കൂടുതൽ ഒരു കോയിലിൽ ഒരു തവണയിൽ കൂടുതൽ എന്തും വരുത്തില്ല? EMF-കളെ ഇൻഡ്യൂസ് ചെയ്യില്ല. ഓക്കെയാണോ? അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കൊടുത്തു? AC കൊടുത്തു. ആരെ കൊടുത്തു? ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ കൊടുത്തു. ഇനി ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകും. ആ കാന്തിക മണ്ഡലത്തിൽ ഫ്ലെക്സുകളും ഉണ്ടാകും, ഇല്ലേ? ആ ഫ്ലെക്സുകൾ എന്ത് ചെയ്യും? തുടർച്ചയായി സെക്കൻഡറി കോയിലിൽ ഇരിക്കുന്ന എത്ര ചുരുളുകളുണ്ടോ അത്രയും ചുരുളുകളിൽ എന്ത് ചെയ്യും? പ്രഹരിച്ചുകൊണ്ടേയിരിക്കും, കട്ട് ചെയ്തുകൊണ്ടേയിരിക്കും, ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. ശരിയല്ലേ? മാഗ്നറ്റിക് ഫ്ലെക്സുകളുടെ നോർമൽ അല്ലെങ്കിൽ അവരുടെ സഞ്ചാര യോഗ്യതയെ ആര് നശിപ്പിക്കുകയാണ്? ഇവിടെ ഇരിക്കുന്ന സെക്കൻഡറി കോയില് നശിപ്പിക്കുകയാണ്. അപ്പോൾ ഈ സെക്കൻഡറി കോയിലിലേക്ക് എന്ത് കിട്ടും? ഒരു EMF കിട്ടും. കിട്ടുമോ മക്കളെ? കിട്ടും. ഇവിടെ കമ്പിച്ചുരുളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്,
ഒരുപാട് കമ്പിച്ചുരുളുകളിൽ എന്ത് കിട്ടും? EMF കിട്ടും. പലതുള്ളി പെരുവെള്ളം അല്ലേ? ഒന്നിൽ മാത്രമാണോ കിട്ടുന്നത്? ഇവിടെ 4 എണ്ണത്തിൽ നിന്ന് കിട്ടുന്ന കാന്തിക മണ്ഡലത്തിന്റെ ആ അല്ലെ ഫ്ലെക്സുകൾ എന്ത് ചെയ്യും? സെക്കൻഡറിയിൽ വന്ന് എത്ര എണ്ണത്തിലുണ്ടോ? അതേ ഉദാഹരണം ഇവിടെ 4ഉം ഇവിടെ ഒരു 15 എണ്ണം ഉണ്ടെന്നിരിക്കട്ടെ, കമ്പിച്ചുരുളുകളുടെ എണ്ണം. പ്രൈമറിയിൽ 4ഉം സെക്കൻഡറിയിൽ 15 എണ്ണമുണ്ട്. ഈ 4 എണ്ണത്തിൽ നിന്ന് കിട്ടുന്ന മാഗ്നറ്റിക് ഫ്ലെക്സുകൾ എവിടെ കട്ട് ചെയ്യും? സെക്കൻഡറിയിലുള്ള 15 റിങ്ങുകളിലും കട്ട് ചെയ്യും. ആണോ? ശരിയാണോ? അതെ. അപ്പം ഇവിടെ കിട്ടുന്നതിനേക്കാൾ കൂടിയ വോൾട്ടേജ് എവിടെ കിട്ടും? സെക്കൻഡറിയിൽ കിട്ടും. ഇല്ലേ? EMF എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ വ്യത്യാസം തന്നെയാണ്. EMF എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്. EMFന്റെ അളവ് കൂടും തോറും അവിടുത്തെ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ത് ചെയ്യും? കൂടും. ഓക്കെയാണോ? ഓക്കെയാണ്. എങ്ങനെയാണ് ആര് പ്രവർത്തിക്കുന്നത്? ഒരു എന്താ പ്രവർത്തിക്കുന്നത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുന്നത്. ഓക്കെയാണോ? ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നാൽ എന്ത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുന്നത്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നാൽ വൈദ്യുതിയുടെ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിനെ കുറയ്ക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. വൈദ്യുതിയുടെ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിനെ എന്ത് ചെയ്യും? അത് കുറയ്ക്കും. ഇറ്റ് വിൽ റെഡ്യൂസ് ദ വോൾട്ടേജ് ഓഫ് എന്താണ്? ഇലക്ട്രിക് കറന്റ് ആണല്ലോ. അപ്പം ഒറ്റ വ്യത്യാസമേ ഉള്ളൂ ഇവർ തമ്മിൽ. എന്താണ്? ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയെ സെക്കൻഡറി കോയിലാക്കി മാറ്റുകയും എന്താണ്? സെക്കൻഡറി കോയിലിനെ പ്രൈമറി ആക്കി മാറ്റുകയും ചെയ്താൽ മാത്രം മതി. എന്താണ്? അതേ നോക്കിക്കേ, ഇവിടെ ഇത് പ്രൈമറി എന്താണ്? ഇവിടെ ഇത് പ്രൈമറി ആയി മാറും. എന്താണ്? സ്റ്റെപ്പ് ഡൗണിൽ അല്ലേ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈമറി കോയിലിൽ ചുരുളുകളുടെ എണ്ണം കൂടുതലും കോയിലിന് കനം കുറവുമായിരിക്കും. എങ്ങനെയാ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ പ്രൈമറി കോയിലിൽ എന്തായിരിക്കും? ചുരുളുകളുടെ എണ്ണം കൂടുതലും അതുപോലെ തന്നെ എന്താണ്? അവയുടെ കനം വളരെ കുറവുമായിരിക്കും. ആണോ? ഓക്കെ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ സെക്കൻഡറിയിലെ പ്രത്യേകത എന്തായിരിക്കും? കനം കൂടിയതും ചുരുളുകളുടെ എണ്ണം കുറവുമായിരിക്കും. ആരിൽ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ, സെക്കൻഡറിയിൽ. ഓക്കെ ആണോ? ഇവിടെ നമ്മൾ കറണ്ട് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു? കറണ്ട് കൊടുക്കുന്നു. നമ്മൾ കൊടുക്കുന്ന കറണ്ട് AC തന്നെയാ കൊടുക്കുന്നത്. എന്ത് തന്നെയാ കൊടുക്കുന്നത്? AC തന്നെയാ നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഒരു കാരണവശാലും ട്രാൻസ്ഫോമറിൽ എന്ത് കൊടുക്കില്ല? DC കൊടുക്കില്ല. കാര്യം ഡയറക്റ്റ് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ട്രാൻസ്ഫോമറുകൾ പ്രവർത്തിക്കില്ല. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഞാൻ AC കൊടുക്കുമ്പോൾ ഇവിടെ എന്തുണ്ടാകുന്നു? ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകുന്നു. ശരിയല്ലേ? ശരിയാണോ? അതെ അല്ലെ? നമ്മൾ ഇവിടെ കൊടുത്ത വോൾട്ടേജ് ഹൈ വോൾട്ടേജ് ആയിരിക്കും കൊടുത്തത്. കൂടുതൽ വോൾട്ടേജ് ആയിരിക്കും നമ്മൾ കൊടുത്തത്. അപ്പൊ കൂടുതൽ വോൾട്ടേജ് കൊടുത്താൽ ഇത് ഇത്രയും എന്തിലൂടെ കയറി? റിങ്ങുകളിലൂടെ കയറി ഇറങ്ങി ഇതെന്തായി മാറും? ഒരു കാന്തമായി മാറും. ഈ കാന്തത്തിന് എന്തുണ്ടാകും? അതിതീവ്രമായ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ കാന്തിക മണ്ഡലം ഉണ്ടാകും. ആ കാന്തിക മണ്ഡലത്തിലുള്ള ഫ്ലെക്സുകൾ സെക്കൻഡറി കോയിലിൽ ഇരിക്കുന്ന അല്ലെ, അല്ലെങ്കിൽ സെക്കൻഡറിയിൽ ഇരിക്കുന്ന കോയിലിൽ വെറും 4 റിങ്ങിൽ മാത്രമാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പഠിക്കുന്നിടത്ത് എല്ലാം 4 റിങ് എന്നല്ല കേട്ടോ. നമ്മൾ പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സംഖ്യ പറഞ്ഞതേ ഉള്ളൂ, 4. ഇവിടെ ഈ വെറും തുച്ഛമായ 4 റിങ്ങുകളിൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? മാഗ്നറ്റിക് ഫ്ലെക്സുകൾ കട്ട് ചെയ്യുകയുള്ളൂ. അപ്പം കിട്ടുന്ന EMFന്റെ അളവ് എന്ത് ചെയ്യും? കുറയും. എന്ത് ചെയ്യും? EMFന്റെ അളവ് എന്ത് ചെയ്യും? കുറയും. അപ്പൊ കുറഞ്ഞു കഴിഞ്ഞാൽ EMF എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്. പൊട്ടൻഷ്യൽ വ്യത്യാസം കുറയുക എന്ന് പറഞ്ഞാൽ EMF കുറയുക എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ വ്യത്യാസം കുറയുന്നു. അതിനോടനുബന്ധിച്ച് സെക്കൻഡറിയിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു കുറഞ്ഞ വോൾട്ടേജ്. എന്ത് കിട്ടും? കുറഞ്ഞ വോൾട്ടേജ് എവിടെ കിട്ടും? സെക്കൻഡറിയിൽ കിട്ടും. ഇങ്ങനെയാണ് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകളും എന്ത് പ്രവർത്തന തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ്? വാട്ട് ഈസ് ദെയർ വർക്കിംഗ് പ്രിൻസിപ്പിൾ? എന്താണ് അവരുടെ പ്രവർത്തന തത്വം? നമ്മളൊരു തൊട്ട് മുമ്പ് പഠിച്ച പോയിന്റ് എന്തായിരുന്നു? മ്യൂച്വൽ ഇൻഡക്ഷൻ. എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലേ? അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷൻ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നത്? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണ്? വോൾട്ടേജിനെ കൂട്ടുവാനോ
വോൾട്ടേജിനെ കുറയ്ക്കുവാനോ ഉപയോഗിക്കും അല്ലേ? എന്താണ് ട്രാൻസ്ഫോമറുകളെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? വി വിൽ മേക്ക് ചേഞ്ചസ് ഇൻ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എന്ത് ചെയ്യും? പൊട്ടൻഷ്യൽ എന്താണ് എന്ത് സംഭവിക്കും? പൊട്ടൻഷ്യൽ ഡിഫറൻസിന് മാറ്റം വരുത്തും. ആണോ? ശരിയാണോ? ഇതാണ് ഒരു ട്രാൻസ്ഫോമറിന്റെ എന്താ വർക്കിംഗ്. ഇനി നമുക്ക് തോന്നുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഒരു കാരണവശാലും ഒരു ട്രാൻസ്ഫോമറുകളിൽ കമ്പിച്ചുരുളുകൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. കമ്പിച്ചുരുളുകളോ കമ്പിയുടെ അളവോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വെച്ചുപയോഗിക്കുവാൻ കഴിയില്ല. അപ്പോൾ അതിനൊരു കണക്കുണ്ട്. കണക്ക് മാത്രമല്ല, അവയ്ക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഇവരുടെ കമ്പിച്ചുരുളുകളുടെ എണ്ണവും കമ്പിച്ചുരുളുകളുടെ എണ്ണവും അതുപോലെ തന്നെ അവയ്ക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിനും അല്ലെങ്കിൽ വോൾട്ടേജിനും ഒരു ചെറിയ ബന്ധമുണ്ട്. എന്തുണ്ട്? ഒരു ചെറിയ ബന്ധമുണ്ട്. ആ ബന്ധം എന്താ നമുക്ക് നോക്കാം. ഓക്കെ, ആ ചെറിയൊരു ബന്ധം എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകൾ വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്കൊന്ന് ജസ്റ്റ് പഠിച്ച എല്ലാ കാര്യവും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകൾ പതിയെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലുള്ള ചുറ്റുകളുടെ എണ്ണം, ടേൺസിനെ പ്രൈമറി കോയിൽ, ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി കോയിലുകളുടെ ചുറ്റുകളുടെ എണ്ണത്തിനെ NS എന്ന് വിളിക്കാം. എന്താന്ന് വിളിക്കാം? NS. ഓക്കെ, അതുപോലെ തന്നെ അവിടെ കൊടുക്കുന്ന വോൾട്ടേജ്, എവിടെ കൊടുക്കുന്നതാ? പ്രൈമറിയിൽ കൊടുക്കുന്ന വോൾട്ടേജിനെ, സോറി NS അല്ല, NP കേട്ടോ. പ്രൈമറിയിൽ കൊടുക്കുന്ന നമ്പർ ഓഫ് ടേൺസിനെ NP എന്നും പ്രൈമറിയിൽ കൊടുക്കുന്ന വോൾട്ടേജിനെ VP എന്നും വിളിക്കും. എന്തെന്ന് വിളിക്കും? പ്രൈമറിയിൽ കൊടുക്കുന്ന വോൾട്ടേജിനെ VP എന്നും പ്രൈമറിയിലുള്ള കമ്പിച്ചുരുളുകളുടെ എണ്ണത്തിനെ NP എന്നും വിളിക്കും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ കമ്പിച്ചുരുളുകളുടെ എണ്ണത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? NS. എന്തെന്ന് വിളിക്കും? NS. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് ലഭിച്ച വോൾട്ടേജ്, അവിടെ നിന്ന് സെക്കൻഡറിയിൽ നിന്ന് നമുക്ക് ലഭിച്ച വോൾട്ടേജ് അല്ലെ, പ്രൈമറിയിൽ നമ്മൾ കറണ്ട് കൊടുത്തു, സെക്കൻഡറിയിൽ നിന്ന് നമ്മൾ കറണ്ട് എടുക്കുന്നു. അപ്പൊ സെക്കൻഡറിയിൽ കിട്ടിയ കറണ്ട് അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? അല്ലെങ്കിൽ വോൾട്ടേജിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? VS എന്ന് വിളിച്ചു. ഓക്കെ ആണോ? ഓക്കെയാണോ? ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ വോൾട്ടേജുകൾ തമ്മിലുള്ള അനുപാതം എങ്ങനെയാണ്? സെക്കൻഡറിയിൽ നമുക്ക് കിട്ടിയ വോൾട്ടേജിനും പ്രൈമറിയിൽ നമ്മൾ കൊടുത്ത വോൾട്ടേജിനും തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ അനുപാതം, അതാണ് ഡിവിഷൻ. ഓക്കെ, നമ്മൾ എന്തെന്ന് വിളിച്ചു? VS by VP. എന്തെന്ന് വിളിച്ചു? VS by VP അല്ലെ? എന്താ ഇത്? നമ്മൾ കൊടുത്ത വോൾട്ടേജും കിട്ടിയ വോൾട്ടേജും തമ്മിലുള്ള അനുപാതം ആണോ? റേഷ്യോ, അംശബന്ധം. ഇവ ആർക്ക് തുല്യമായിരിക്കുമെന്നാണോ? ഇവ ആർക്ക് തുല്യമായിരിക്കും? ഇവയുടെ കമ്പിച്ചുരുളുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും, അല്ലെങ്കിൽ എണ്ണത്തിന്റെ അംശബന്ധങ്ങൾക്ക് തുല്യമായിരിക്കും. നോക്കിക്കേ, VS. അപ്പൊ അടുത്തത് എന്താണ്? NS by NP. എന്താണ്? VS by VP is equal to NS by NP. The ratios between voltages in secondary and primary. The ratio between the voltages of secondary and primary is equal to the number of turns in secondary and primary. ശരിയല്ലേ? എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി കോയിലിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജും നമ്മൾക്ക് കിട്ടുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാത ബന്ധം അവയുടെ കമ്പിച്ചുരുളുകളുടെ എണ്ണത്തിന്റെ അനുപാത ബന്ധത്തിന് തുല്യമായിരിക്കും. ഓക്കെയാണോ? ഓക്കെയാണോ മക്കളെ? ഓക്കെയാണോ? ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്തത് പഠിക്കാം. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഡിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഉത്തരം കണ്ടെത്താൻ പ്രയാസമാണ്. നമ്മളോട് എപ്പോഴും കണ്ടുപിടിക്കാൻ പറയുന്ന ഒരു ചോദ്യമുണ്ട്. ആരാന്നറിയാമോ? കാൽക്കുലേറ്റ്
ദ വോൾട്ടേജ് ഇൻ സെക്കൻഡറി. എന്താ പറയുന്നേ? സെക്കൻഡറി കോയിലിൽ നമ്മൾക്ക് കിട്ടിയ പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ് എന്ന് കണ്ടെത്തുക. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാറുണ്ട്. എന്താണ്? കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി. എന്താ പറഞ്ഞേ? കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി എന്നും നമ്മളോട് ചോദ്യം ചോദിക്കാറുണ്ട്. ഈ രണ്ട് ചോദ്യം ചോദിച്ചാലും അല്ലെങ്കിൽ ഏത് ചോദ്യം ട്രാൻസ്ഫോമറിനെ ബന്ധപ്പെടുത്തി നമുക്കൊരു കണക്ക് നമുക്ക് ചോദ്യം തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടത് ദാണ്ട് ഈ ഇക്വേഷനുകൾ ഉപയോഗിച്ചിട്ടാണ്. ഈ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം ഞാൻ വരുത്താൻ പോവുകയാണ്. എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടെ ഞാൻ എന്ത് ചെയ്യാൻ പോകണം? ഐ എം ഗോയിങ് ടു മേക്ക് എ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഞാൻ ഇവിടെ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ക്രോസ് ഗുണനം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ NS VP ഈസ് ഈക്വൽ ടു എന്താണ് പറഞ്ഞിരിക്കുന്നത്? സെക്കൻഡറിയിലുള്ള കമ്പിച്ചുരുളുകളുടെ എണ്ണത്തിന്റെയും പ്രൈമറിയിൽ അല്ലെ പ്രാഥമിക കോയിലിൽ നമ്മൾ കൊടുത്ത വോൾട്ടേജിന്റെയും ഗുണനഫലം എന്ന് പറയുന്നത് ആർക്ക് തുല്യമായിരിക്കും? The number of turns in primary and the voltage obtained in the secondary. എന്താണ്? എന്താ നമ്മൾ പഠിച്ചേ? അതായത് NS എന്ന് പറഞ്ഞാൽ സെക്കൻഡറി കോയിലിൽ നമുക്ക് ഉണ്ടായിരുന്ന കമ്പിച്ചുരുളുകളുടെ എണ്ണവും പ്രൈമറി കോയിലിൽ നമ്മൾ കൊടുത്ത വോൾട്ടേജിന്റെയും എന്താണ് ഗുണനഫലം ആർക്ക് തുല്യമായിരിക്കും? പ്രൈമറിയിൽ ഉണ്ടായിരുന്ന കമ്പിച്ചുരുളുകളുടെ എണ്ണവും സെക്കൻഡറിയിൽ നമുക്ക് കിട്ടിയ വോൾട്ടേജിന്റെ എന്താണ് ഗുണനഫലത്തിനും തുല്യമായിരിക്കും. ഓക്കെ ആണോ? അപ്പം ഇതാണ് ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം. ഓക്കെ ആണോ? അപ്പൊ ഇതിനെ തുടർന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാനുണ്ട്. നമ്മുടെ പുസ്തകത്തിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, ഇതിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. തൊട്ട് താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? നിങ്ങളുടെ പുസ്തകത്തിൽ പ്രൈമറി കോയിലില് എന്താണ് ചുറ്റുകളുടെ എണ്ണവും എന്താണ് വോൾട്ട് അല്ലെങ്കിൽ വോൾട്ടേജും തന്നിട്ടുണ്ട് അല്ലേ? അതുപോലെ സെക്കൻഡറിയിലെ വോൾട്ടേജും ചുറ്റുകളുടെ എണ്ണവും തന്നിട്ടുണ്ട്. ഒരു കൊച്ചു ബോക്സില് പട്ടിക 3.7 അല്ലേ? നമുക്ക് അതിന്റെ ഉത്തരം നമ്മൾ കണ്ടെത്തണം. അവിടെ ബ്രാക്കറ്റ് നമുക്ക് എന്താണ് ബ്ലാങ്ക് ആയിട്ട് ഒരു 4 എണ്ണം കിടപ്പുണ്ട് അല്ലേ? ആ 4 എണ്ണത്തിന്റെ ഉത്തരവും നമുക്ക് എന്ത് ചെയ്യണം? കണ്ട് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് നാളെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടെത്തണം. കണ്ടെത്താമോ? കണ്ടെത്താൻ പറ്റുമോ? കണ്ടെത്താൻ പറ്റും. അപ്പൊ ഇത് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഇനി നമ്മൾ പഠിച്ച പോയിന്റുകൾ എന്തൊക്കെയാണ്? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഇന്ന് എന്തൊക്കെയാ നമ്മൾ പഠിച്ചത്? പ്രൈമറി എന്താണ് ഇന്ന് നമ്മൾ ആദ്യമേ പഠിച്ച പോയിന്റ് ആണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നാൽ എന്ത്. രണ്ടാമത് നമ്മൾ പഠിച്ചത് എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ കൊണ്ടുള്ള നമ്മുടെ ഗുണം അല്ലെ? നമുക്ക് എന്താണ് ഒരു ഉപകരണത്തിന്റെ പ്രവർത്തന തത്വമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അത് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഉപകരണമാണ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറുകൾ 2 തരമുണ്ട്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുകളും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകളും. പിന്നെ അവയുടെ കമ്പിച്ചുരുളുകളുടെ എണ്ണവും അവയ്ക്കിടയിലുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ എണ്ണവും വ്യത്യാസവും തമ്മിലുള്ള ബന്ധവും നമ്മൾ എന്ത് ചെയ്തു? ഇന്ന് പഠിച്ചോ? അപ്പൊ ഇന്ന് പഠിപ്പിച്ചതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ടോ മക്കളെ? ഇല്ല. അപ്പൊ നിങ്ങൾ സംശയമില്ല എന്നുള്ള കാര്യം കേട്ട സന്തോഷം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇന്നപ്പോ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് അടുത്ത ദിവസങ്ങളിൽ പഠിക്കുക. നമുക്ക് അടുത്ത ദിവസം കുറച്ച് ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ സോൾവ് ചെയ്യും അല്ലെ? നമ്മൾ ഒരുമിച്ചിരുന്ന് ക്ലാസ് റൂമിലിരുന്ന്, നമ്മുടെ വീടുകളും നമ്മുടെ ക്ലാസ് റൂമും ഇന്ന് ഒന്ന് തന്നെയാണ് അല്ലെ? ഈ അവസരത്തിൽ നമ്മൾ ഇരുന്ന് എന്ത് ചെയ്യും? ഇതുപോലെ നമ്മൾ ചെയ്ത് പഠിച്ച് മുന്നേറും. അപ്പൊ എല്ലാവർക്കും എന്താണ് ഒരു നല്ല ഉറക്കം നേരുന്നു. ഗുഡ് നൈറ്റ്. സർ. നല്ല മാഷ്.